പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെയാണെങ്കിൽ നമ്മൾ പ്രൈം മിനിസ്റ്ററാണ് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്ന കേട്ട് ഞെട്ടണിയിട്ടാണെങ്കിൽ കോൾ എടുക്കുകയാണ്. അപ്പോഴാണെങ്കിൽ വിളിക്കുന്നതാണെങ്കിൽ കുറേ ഗുണ്ടകളാട്ടോ. അപ്പോൾ അവരാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ കുറേ ദ്രോഹിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവരാണ് പറയുന്നത് ഇന്ന് തൻ്റെ ബർത്ത്ഡേ ഇല്ല, തൻ്റെ ബർത്ത്ഡേക്ക് തന്നെ ചരമവാർഷികം ഞങ്ങൾ ആഘോഷിക്കാൻ പാകത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെ കൊന്നു കളയുന്നൊക്കെ ഭീഷണിപ്പെടുത്തുവാണ്. അത് കേൾക്കുന്നതോടെയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആകെ പേടിച്ചിട്ടാണെങ്കിൽ തൻ്റെ സെക്യൂരിറ്റി ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ അവിടെ മെയിൻ ലീഡറായിട്ട് പ്രസാദ് ഇല്ല കേട്ടോ. പ്രസാദ് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആണെങ്കിൽ പ്രസാദിനെ കുറിച്ചാണ് ഭയങ്കര പൊക്കി പറയാനാണ്. അവിടെ ടീം മെമ്പേഴ്സാണ് പ്രസാദ് ആനയാണ്, ചേനയാണ്, മറ്റേതാണ്, മറിച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെങ്കിൽ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ആണെങ്കിൽ എന്നിട്ട് പ്രസാദ് എവിടെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം ആ പ്രസാദ് ആണെങ്കിൽ വീട്ടിലെ ഓരോ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിച്ചണിൽ കുക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നു, വീട് ഫുള്ള് ക്ലീൻ ചെയ്യുന്നു. അതും കഴിഞ്ഞ് പ്രസാദിനാണ് സീരിയൽ കാണുന്നൊരു ഹോബി ഉണ്ട് കേട്ടോ. സീരിയൽ കണ്ട് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അമ്മയുടെ മുമ്പിലാണെങ്കിൽ തൻ്റെ ഭാര്യ തന്നെ ഇഷ്ടിട്ട് പോയ കാര്യങ്ങളൊക്കെ സീരിയൽ കണ്ട് പ്രസാദിനാണെങ്കിൽ ഓർമ്മ വരുവാണ്. അന്നേരം പ്രസാദിൻ്റെ കണ്ണൊക്കെ നിറയുകയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രസാദാണെങ്കിൽ അമ്മയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് പ്രസാദാണ് നേരെ പോവാണ്. പ്രസാദാണ് നേരെ പറയും മിനിസ്റ്റർ കൊടുത്തിട്ട് ചെല്ലും. അപ്പോൾ മിനിസ്റ്റർ എടുത്ത് ചെല്ലുമ്പോഴാണെങ്കിൽ അല്ല ഇന്ന് പോയ ഈ സെക്യൂരിറ്റി റിസൾട്ട് ഞങ്ങളിന്ന് പോകണമെന്ന് ചോദിക്കുകയാണ്. സാറ് ഞാനുള്ളപ്പോൾ സാറിന് ഒരു അപകടം പറ്റില്ല, അവന് കൂട്ടിക്കൊണ്ട് പോവാണ്. ആരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയാണ് വന്ന കാറും കാര്യങ്ങളൊക്കെ ബ്ലാസ്റ്റ് ചെയ്യണം. അത് കാണുമ്പോൾ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ പിള്ളന്മാരാണെങ്കിൽ ഇവരെല്ലാവരും പിടിച്ചാണെങ്കിൽ മുറിക്കകത്ത് പൂട്ടിയിടുകയൊക്കെ ചെയ്യുകയാണ്. പക്ഷേ പ്രസാദാണെങ്കിൽ ആ ഗുണ്ടകളെല്ലാം ആണെങ്കിൽ ഇടിച്ച് തരിപ്പണാക്കിയിട്ടാണെങ്കിൽ മന്ത്രിനെ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണെങ്കിലും മന്ത്രിനെ കൂട്ടിക്കൊണ്ടാണെങ്കിൽ നേരെയാണ് വീട്ടിലേക്ക് പോവുകയൊക്കെ ചെയ്യുക. അപ്പോൾ രാത്രിയാണ് മന്ത്രിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആഘോഷം കാര്യങ്ങളൊക്കെയാണ്. മന്ത്രിയൊക്കെ ഒരു പാട്ടും ബഹളവും ഡാൻസും ഒന്നും ഇല്ലാതെ എന്ത് ആഘോഷം, അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആഘോഷമായിട്ട് തോന്നുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ആഘോഷം ഇല്ലാതെ ചുമ്മാ ഭയങ്കര ഡ്രാമയായിട്ട് ഫീൽ ചെയ്യില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് വേണ്ടിയാണെങ്കിൽ നമ്മളെ പ്രസാദാണെങ്കിൽ അവിടെ നല്ല കിണ്ണം കാഴ്ച ഒരു ഡാൻസും പാട്ടും എല്ലാം കാഴ്ചയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ പിള്ളേർ ഡാൻസ് കളിക്കുന്നത് കാണുമ്പോഴാണെങ്കിൽ പ്രസാദ് എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. അപ്പോൾ മിനിസ്റ്റർ ചോദിക്കണം എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങൾ ഓർത്തിട്ട് എനിക്കങ്ങനെ ഒന്നും പറയാനൊന്നും പറ്റില്ല, രണ്ടെണ്ണം അടിച്ചാലേ പറയാൻ പറ്റുള്ളൂ, അതിനെ നമുക്ക് ഒരുമിച്ച് അടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസാദും മന്ത്രിയുടെ കൂടി ഓരോന്നൊരു പെഗടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പ്രസാദ് എൻ്റെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ പറയുകയാണ്. സാറ് GVK ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അവർ വലിയ കോടീശ്വരന്മാരല്ലേ, അല്ല അവരുമായിട്ട് തനിക്കെന്താ ബന്ധമെന്ന് ചോദിക്കുകയാണ്. ആ GVKയുടെ മോള് ശശികല എൻ്റെ ഭാര്യ, എന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്ത ഭാര്യ എന്ന് പറയുകയാണ്. എന്താ താൻ പറയുന്നത്, എന്ത് അത്രയും വലിയ ഗ്രൂപ്പിൽ ഒരാളുടെ മോളെയാണ് താൻ കല്യാണം കഴിച്ചേക്കുന്നത്, അവർ ഡൈവേഴ്സാന്ന് എനിക്കറിയാം, പക്ഷേ അത് താനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുകയാണ്. എന്ത് പറയാനാ, അവരുടെ കുടുംബത്തിലെ ഒരു അംഗമാവാനുള്ള ഒരു യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്ലാഷ് ബാക്കാണ് പറഞ്ഞു തുടങ്ങും. 1 വർഷം മുമ്പ് ഞാനാണെങ്കിൽ ഈ ജോലിക്ക് ചേരുമ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ എനിക്കൊരു ബോസിനെ കിട്ടിയെന്ന്. ആ ബോസാണെങ്കിൽ ഓരോ കല്യാണം കൂടാൻ പോകും, എന്നെയും കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ഞാനും ആണ് ബോസിൻ്റെ കൂടെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് അങ്ങനെ കല്യാണത്തിന് പോയിട്ട് അവിടെ വെച്ച് ഞാൻ ശശികലേനാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നത്. ബോസാണെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു എൻകറേജും തന്നു. ആ കല്യാണത്തിൽ വെച്ച് നിനക്ക് ഇങ്ങനെ കല്യാണം കൂടി നടന്നാൽ നിനക്കൊരു കല്യാണം നടക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെങ്കിൽ അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ശശികല നേരിട്ട് കാണുന്നത്. കണ്ടപ്പോൾ തന്നെയാണെങ്കിൽ ബോസ് പറഞ്ഞ കാര്യത്തിൽ എന്തൊക്കെയോ സത്യം കൊണ്ട് എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കിയപ്പോൾ ശശികലയുടെ മുഖം മാത്രമാണ് ആകെ വയ്യാതെ ഇരിക്കുന്ന പോലെ, ഒരു സന്തോഷമില്ലാതെ ഇരിക്കുക. ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അപ്പം ഞാനാണെങ്കിൽ ആംഗ്യം കാണിച്ചാണെങ്കിൽ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരമാണ് പറഞ്ഞു എനിക്ക് കല്യാണത്തിന് താല്പര്യമൊന്നുമില്ല, ഈ അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം ഞാൻ ഈ കല്യാണം കഴിക്കുന്നതിന്. ശശികലയാണെങ്കിൽ ആംഗ്യത്തിലൂടെ തന്നെ എനിക്ക് മറുപടി തരുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു അത് വലിയ കഷ്ടമായി പോയല്ലോ, അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ തുറന്നു പറയുകയാണെ. അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് വിഷമമാണെന്നൊക്കെ പറയാം. ഇപ്പോൾ വിഷമിക്കണം നല്ലതാണോ അതോ പിന്നീട് സ്വന്തമായിട്ട് നല്ലത് ജീവിക്കണോ നല്ലതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശശികല തുറന്നു പറയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് സമയത്താണെങ്കിൽ ശശികലയാണ് നേരെയാണെങ്കിൽ സ്റ്റേജിലോട്ട് കയറാൻ നോക്കുമ്പോൾ ഉടുപ്പ് തട്ടി വീഴാൻ പോവാണ്. അപ്പോൾ ശശികലയാണ് കൈ നീട്ടുവാണ്. അപ്പോൾ കല്യാണം കഴിക്കാനെങ്കിലും ചെറുക്കനാണ് കൈ കൂട്ടി ചിരിക്കുവാണ്. ഇത് കാണുന്ന ശശികലയ്ക്ക് ആകെ ദേഷ്യമാവണം. ശശികലയാണെങ്കിൽ വീണ്ടും പ്രസാദിനാണ് ആഞ്ഞിങ്ങൾ അണിക്കുവാണ്. ഇത് കണ്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീരുമെന്ന്. അതോടെ ശശികലയാണെങ്കിൽ മോതിരം ഇടുന്നതിന് മുമ്പാണെങ്കിൽ ആ കല്യാണം കഴിക്കുന്ന ചെറുക്കൻ്റെ മുഖത്തേക്ക് പറയാനുള്ളൂ, നിന്നെ ഒന്ന് കല്യാണം കഴിക്കാൻ ആരും വരില്ലടാ മോളെ, നീ എന്താ അങ്ങനെ പറയുന്നത്, അച്ഛൻ കണ്ടില്ലേ ഞാൻ ഒന്ന് വീഴാൻ പോയപ്പോൾ അവനെ പിടിക്കുന്നതിന് പകരം കൈ തന്ന് പിടിക്കുന്നതിന് പകരം കൈ കൊട്ടി ചിരിക്കുകയോ ചെയ്ത്. ഇങ്ങനെ ഒരാളെ കെട്ടി എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല, ഒരു പെണ്ണുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പോലും അറിയില്ല എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്നതോടെയാണ് പ്രസാദാണ് കൈ കൊട്ടി ചിരിക്കുക കേട്ടോ. അപ്പോൾ അത് കാണാൻ എല്ലാവരും പ്രസാദിനെ നോക്കുവാണ്. ഞാൻ പ്രസാദ് പറയുന്നത് കേട്ടോ, അയ്യോ നല്ല ഈച്ച കൊതുകായിനെ ഞാൻ കൊല്ലുക എന്ന് പറഞ്ഞാൽ പ്രസാദ് നൈസായിട്ട് അവിടെ നിന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്യുകയാണ്. പിന്നെ ആണെങ്കിൽ നമ്മുടെ പ്രസാദ് ഇടയ്ക്ക് കല്യാണം കൂടാൻ പോകണം, അവിടെ വെച്ചെല്ലാം ശശികലയെ കാണുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവരെപ്പോഴൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ അന്നേരമൊക്കെ റൊമാൻറ്റിക് സോങ് പ്ലേ ആവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആ റൊമാൻറ്റിക് സോങ് കേൾക്കുമ്പോൾ ആണെങ്കിൽ പ്രസാദനാണെങ്കിൽ എൻ്റെ ഭാര്യ ആവാനുള്ള ആൾ ഇവിടാണോ എന്നൊക്കെ വിചാരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ശശികലയാണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ പ്രസാദിനെ കയറി പ്രപ്പോസും ചെയ്യുകയാണ്. അതോടെയാണെങ്കിൽ പ്രസാദ് ആകെ ഷോക്കായി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് കല്യാണം കഴിക്കാമെന്നൊക്കെ പറയുമ്പോഴാണെങ്കിൽ അപ്പോൾ ഈ കാര്യങ്ങൾ ശശികലയാണെങ്കിൽ അച്ഛനോട് പറയുമ്പോഴാണെങ്കിൽ അച്ഛൻ സമ്മതിക്കൊന്നുമില്ല കേട്ടോ. അതോടെ
ശശികലയാണെങ്കിൽ എന്തായാലും പ്രസാദിനെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരാണ് രജിസ്റ്റർമാരെ ചെയ്യാനൊക്കെ തീരുമാനിക്കുകയാണ്. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്ക് 2 പിള്ളേരൊക്കെ ആവുകയാണ്. അന്നേരമാണ് ശശികലയുടെ അച്ഛനാണെങ്കിൽ വീണ്ടും ആണെങ്കിൽ ശശികലനും പ്രസാദിനെ അന്വേഷിച്ച് പ്രസാദിൻ്റെ വീട്ടിലേക്ക് വരുവാണ്. എന്നിട്ടാണെങ്കിൽ എനിക്ക് പറ്റി തെറ്റായിപ്പോയി, എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ, എൻ്റെ ബിസിനസ്സൊക്കെ നോക്കി നടത്തേണ്ട നീയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭയങ്കര സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അധികം പ്രസാദിനാണ് ഭയങ്കര സങ്കടമാവുക. എൻ്റെ ആഗ്രഹമായി ഞാൻ സഹായിച്ചിട്ട് എന്തെങ്കിലും ഞാൻ അവളെയും കൂട്ടി വരാമെന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ പ്രസാദാണെങ്കിലും ശശികല പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ അവരാണെങ്കിൽ ജീവിക്കയുടെ വീട്ടിലോട്ട് താമസം മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ജീവിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് കൊല്ലും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ജോലിക്കാർക്കാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നേരെ കമ്പനിയിലോട്ട് പോകുന്നു. കമ്പനിയിലാണെങ്കിൽ CEO ആയിട്ടാണ് ശശികല ചാർജ് എടുക്കുന്നു. ആ ഓഫീസിൻ്റെ അവരുടെ അതേ മുറിക്കകത്ത ഒരു ക്യാബിൻ തന്നെയാണെങ്കിൽ പ്രസാദിന് ശരിയായി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അവരുടെ ലൈഫാണെങ്കിൽ കൂടുതൽ ഹാപ്പി മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ജീവിക്കയുടെ ശരിക്കുള്ള സ്വഭാവമാണെങ്കിൽ പുറത്തങ്ങോട്ട് വരിക കേട്ടോ. അപ്പോൾ ജീവിക്കാണ് നൈസായിട്ടാണ് പ്രസാദിനോട് പറയുന്നത് കേട്ടോ, മോനാണെങ്കിൽ ഈ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നോക്കാനായിട്ട് ഞാനും എൻ്റെ മോളും ഉണ്ടല്ലോ, അതുകൊണ്ട് മോനാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറയുകയാണ്. അവിടെ ഒരാളുടെ കണ്ണ് വേണ്ട അത്യാവശ്യമെന്ന് പറയാം. അതോടെ ആണെങ്കിൽ നമ്മുടെ പ്രസാദാണ് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് വീട്ടിലെ ബില്ലുകളും കാര്യങ്ങളും വീട്ടിലേക്ക് എവിടെയെങ്കിലും സാധനങ്ങളുടെ ബില്ലുകളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നേരമാണ് ജീവിക്കുക എന്ന് പറയുന്നുണ്ട്, ഇനി മോനെ ബില്ലുകളും കാര്യങ്ങളും നോക്കണ്ട, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കണ്ട, അപ്പോൾ ജോലിക്കാരുടെ കാര്യങ്ങൾ നോക്കണം, അപ്പോൾ ജോലിക്കാർ നോക്കണം എന്ന് പറയുകയാണ്. അതോടെ പ്രസാദാണ് അവിടുത്തെ ജോലിക്കാരനായിട്ട് മാറുകയാണ്. ജോലിക്കാരുടെ കൂടെ നിന്നുകൊണ്ട് ലൂഡോയൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്താണ് ശശികലയാണെങ്കിൽ ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ പുറത്തോട്ട് പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രസാദാണ് വീട്ടിൽ ഒന്നുമല്ലാത്ത ആളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമാണ് വീട്ടിലെ ജോലിക്കാരനായിരുന്നു, പിന്നെ തോട്ടക്കാരനായി, അങ്ങനെ ഓരോരോ സ്ഥാനങ്ങൾ ഇറക്കി വ്യവസായം വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥ വരുവാണ്. ഇത് മനസ്സിലാക്കുന്ന പ്രസാദാണെങ്കിൽ ശശികല കാണണമെന്ന് പറഞ്ഞ് ചെല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ സമയമാണ് പിള്ളേരെ പോലും കാണാനായിട്ടാണെങ്കിൽ നമ്മുടെ പ്രസാദിനാണ് ജീവിക്കാൻ അനുവദിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജീവിക്കയുടെ കാര്യങ്ങളൊക്കെ പ്രസാദ് ബോധ്യപ്പെടുവാണ് തന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയാണ്. അതോടെയാണല്ലോ ജീവിക്കയുടെ അടുത്ത് നിന്ന് ദേഷ്യം വന്നിട്ട് പ്രസാദ് നേരെ പോയിട്ടാണ് ശശികല കണ്ട് പറയുന്നുണ്ട്, നമുക്കൊന്ന് വാ വീട്ടിലോട്ട് പോകാം, എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് പറയുകയാണ്. പ്രസാദ് എന്തേ പറയുന്നത്? പ്രസാദ് പറഞ്ഞിട്ടില്ല, ഞാൻ വന്നിട്ട് ഇവിടെ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ട് പോകാനും പറ്റില്ല എന്ന് പറയുകയാണ്. അന്നേരം പ്രസാദാണ് പഞ്ചസ്റ്റോറുണ്ട്, ഞാൻ അന്നേരം OTP കൊടുത്തെന്ന് പറയുകയാണ്. OTPയോ അതെന്താണെന്ന് ചോദിക്കുകയാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാനാണെങ്കിൽ അവളുടെ അമ്മായിച്ചൻ്റെ കാരണക്കുറ്റി ഒരു ഒറ്റ അടിയും വെച്ച് കൊടുത്ത് ജീവിക്കയുടെ കാരണക്കുറ്റി നോക്കി. അതുപോലെ അവൾക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നു. എന്നെ ആണെങ്കിൽ ആ കമ്പനിയിലുള്ള സകല സ്റ്റാഫിനെ വിളിച്ച് എന്നെ പുറത്താക്കി. അതോടെ എനിക്ക് വീണ്ടും ദേഷ്യം വന്നു. ഞാൻ വീണ്ടും അവിടെ ഓഫീസിൽ ചെന്നു. എന്നിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. അന്നേരം അവൾക്ക് മനസ്സിലായില്ല. അന്നേരം ഞാൻ 2 പേർക്കും ഒരു OTP കൊടുത്തു, അവൾക്കിട്ടും കൊടുത്തു, അവളുടെ അച്ഛനിട്ടും കാരണക്കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിച്ചു. അതോടെ പൂർത്തിയായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവളാണെങ്കിൽ എല്ലാവരും വിളിച്ച് ആ സ്റ്റാഫിനെ എല്ലാം വിളിച്ചാണെങ്കിൽ എന്നെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ജീവിക്കുകയാണെങ്കിൽ നോക്കിയിരിക്കുന്ന അവസരത്തിന് വേണ്ടി ആ അവസരം അയാൾ മുതലാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിന്? എനിക്ക് എൻ്റെ പിള്ളേരെ കാണാൻ പോലും അവർ സമ്മതിച്ചില്ല. ആ പിള്ളേരുടെ മനസ്സിലാണെങ്കിൽ കൂടുതൽ വെറുപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഇഞ്ചെക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അത് ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കൂളിലെ പ്രിൻസിപ്പലാണെങ്കിൽ അവരെ സ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ ക്യാബിനിലേക്ക്. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താ ഈ എക്സാമിന് ഡാഡിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ നിങ്ങളെന്താ ഐ ഹേറ്റ് ഡാഡിന്ന് എഴുതി വെച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങൾ ഡാഡിന്ന് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ എഴുതി വെച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസാദ് കരയുകയാണ്. ഇത് കാണുന്നതോടെ ആണെങ്കിൽ നമ്മുടെ കോമിനിസ്ട്രേക്ക് ആണെങ്കിൽ ആകെ സങ്കടമാവുകയൊക്കെ ചെയ്യും. അപ്പോൾ കോമിനിസ്ട്രേക്കാണ്, അല്ല തനിക്ക് എൻ്റെ കുട്ടികളെ കാണാൻ തോന്നുന്നില്ല എന്ന് ചോദിക്കുക. ഉണ്ട് സാർ, എനിക്ക് കാണണം, അവരാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ബോർഡിങ്ങിൽ ഇരിക്കാൻ വന്നിട്ടുണ്ട്, എനിക്ക് അവിടെ പോയി അവരെ കാണണമെന്നുണ്ട്. കാരണം അവർ അത്രമാത്രം എന്നെ ആ ശശികലയും ജീവിക്കയുടെ കൂടി എൻ്റെ പിള്ളേർ അവരുടെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചേക്കുന്നത്. എന്നോട് അത്രമാത്രം വെറുപ്പ് ആ പിള്ളേർക്കുള്ളൂ. ആ പിള്ളേർ വന്ന് കാണാനും കൊഞ്ചിക്കാനും ഒക്കെ എനിക്ക് കൊതിയാവുന്നുണ്ട് സാർ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്ന് പറയാൻ. അതിനെന്തോടെ താൻ പോയിട്ട് വാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് ടീമിനാണെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ് പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രസാദും തൻ്റെ ടീമും എല്ലാവരും ഒരുമിച്ചാണ് നേരെ ആണെങ്കിൽ ആ സ്കൂളിലോട്ട് ചെല്ലുവാണ്. അപ്പോൾ അവിടെ ചെന്ന് പ്രിൻസിപ്പളിനെ കാണിച്ചിട്ട് PM ലെറ്റർ കൊടുക്കുവാണ്. അത് വായിക്കുമ്പോൾ ആ പ്രിൻസിപ്പൾ ആകെ ഷോക്കായി പോവാണ്. എന്ത് ഇവിടെ ഒരു PT സാറായിട്ട് ജോലി കിട്ടാൻ വേണ്ടി PM ലെറ്റർ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പളാണ് കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോഴാണ് പ്രസാദ് വേണ്ട ആ താഴത്തെ ഭാഗം വായിച്ചു നോക്കാൻ പറയുകയാണ്. താഴെ എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് ഞങ്ങൾ തന്നു വിട്ടേക്കുന്ന ഈ ലെറ്ററുമായിട്ട് വന്ന ആൾക്കാരുടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങളെ പിടിച്ച് ജയിലിലിടുന്ന എഴുതിയേക്കുവാണ്. അത് കേൾക്കുമ്പോൾ ഒന്നും ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി തന്നേക്കുന്നു, നിങ്ങൾക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവരാണ് ജോലി കയറുന്ന സമയത്താണെങ്കിൽ എസ്പെഷ്യലി ആണെങ്കിൽ ജ്വാല എന്ന് പറഞ്ഞ പെൺകുട്ടിയാണെങ്കിലും ടീമിലാണെങ്കിലും അപ്പോൾ ആളാണെങ്കിലും പ്രസാദിനെ അല്ല സാറിന് എങ്ങനെ സാറിൻ്റെ മക്കളെ മനസ്സിലാവുന്നത് നേരിട്ട് കണ്ട് പരിചയമില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ 2 പിള്ളേരെ അങ്ങോട്ട് വരുവാണ്. സാറേ ഞങ്ങളൊന്ന് അകത്തോട്ട് പൊക്കോട്ടെ എന്ന് ചോദിക്കുക. എന്നാൽ പൊക്കളെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രസാദന മാറിയാണെങ്കിൽ അവരെ അകത്തേക്ക് വിടുകയൊക്കെ ചെയ്യുക. എന്നിട്ടാണ് പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ സ്വന്തം രക്തം എൻ്റെ അടുത്തൂടെ പോയാൽ മതി, എനിക്ക് അപ്പം മനസ്സിലാവും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ആ കുട്ടികളാണെങ്കിൽ അകത്തോട്ട് പോയിട്ടാണെങ്കിൽ തിരിച്ച് പ്രിൻസിപ്പൽ
പ്രിൻസിപ്പൽ റൂമിൽ ഇറങ്ങി പോകുമ്പോഴാണ് സാറേ ഒന്ന് അറിയിക്കുക ഞങ്ങൾ പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ പ്രസാദ് പട്ടി എന്ത് റെസ്പെക്റ്റാന്ന് നോക്കി ഭയങ്കര ബഹുമാനം ആ പിള്ളേരുടെയൊക്കെ ഡാഡി ആരാണാവോ, അല്ല ആ പിള്ളേർ ഏതാണ് പ്രിൻസിപ്പളോട് ചോദിക്കണം. പ്രിൻസിപ്പൾ പറഞ്ഞു കേട്ടോ ആ കുട്ടികളാണ് ജീവിക്കയുടെ പേരക്കുട്ടികളെന്ന് പറയുകയാണെ. അത് കേൾക്കുമ്പോഴേ പ്രസാദൊക്കെ ഷോക്കായി പോകണേ. പ്രസാദനെ ഓടി പറയുന്നുണ്ട് ആ പോയി എൻ്റെ മക്കളെ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ ചെല്ലുവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടാണെങ്കിൽ പ്രസാദാണെങ്കിൽ എങ്ങനെയെങ്കിലും അവരുമായിട്ട് അടുക്കാനുള്ള ഓരോ പ്ലാനും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് മെമ്പേഴ്സായിട്ട് ചർച്ച ചെയ്യുമ്പോൾ വേണ്ട നിങ്ങളാരും ചർച്ച ചെയ്യേണ്ട, ഞാൻ എന്തെങ്കിലും ഒറ്റയ്ക്ക് പോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പ്രസാദാണ് ഞാൻ ഓടി പോവുകയാണ്. പ്രസാദാണ് പോണ വഴിക്കാണ് നിക്കിയുടെ കയ്യിലാണെങ്കിൽ ആ പ്രൊജക്ട് വർക്ക് ഉണ്ടായിരുന്നു. ആ പ്രൊജക്ട് വർക്കിൽ കൈ തട്ടിയാണ് താഴെ വീഴുവാണ്. അതോടെ ആണെങ്കിലും നിക്കിക്കാണ് പ്രസാദിനോട് ആകെ ദേഷ്യമാവുക. നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ ഞാനാണ് പുതിയ PT സാറാന്ന് പറയുന്നത്. PT സാറായാലും ആരാണ് നിങ്ങൾ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞിട്ട് നിക്കിയാണ് അങ്ങോട്ട് പോവുകയാണ്. അതോടെയാണെങ്കിൽ പ്രസാദാണെങ്കിൽ പെട്ടുപോകട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് നോക്കുമ്പോഴാണ് പിള്ളേരാണ് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതുപോലെയാണെങ്കിൽ അമ്മേനെ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ശശികലേനാണെങ്കിൽ. അപ്പോൾ ഇതെല്ലാം പ്രസാദും അതുപോലെ തന്നെ പ്രസാദിൻ്റെ അമ്മയാണ് ബൈനോക്കുലറിലൂടെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രസാദിൻ്റെ അമ്മയൊക്കെ ഉണ്ട് എനിക്ക് എന്നാ എൻ്റെ പേരക്കുട്ടികളെ നേരിട്ട് കാണാൻ പറ്റുന്നതെന്ന് ചോദിക്കുകയാണ്. അതിന് കുറച്ച് സാവകാശം വേണം അമ്മേ, കാരണം മൂത്ത ആൾ അവൾ കറക്റ്റ് നമ്മുടെ ശശികലയെ പോലെ തന്നെ ഇരിക്കുന്നത്, ഇളയ ആൾ വേണം എന്നെപ്പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഇളയ ആളെ വെച്ച് വേണം മൂത്ത ആളുമായിട്ട് അടുക്കാമെന്ന് പറയുകയാണ്. എന്നിട്ടാണെങ്കിൽ ഇളയ ആളായിട്ട് അടുക്കാനായിട്ട് കുറേ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്താണെങ്കിൽ എനിക്കാണെങ്കിൽ പ്രസാദിനോട് പതുക്കെ അടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് പ്രസാദ് പറയുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ നിക്കിയായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം, അതിന് മോനെ സഹായിക്കണം എന്ന് പറയുകയാണ്. അത് ഇച്ചിരി പാടാണ്, കാരണം ചേച്ചി കുറച്ച് ടഫാണ്, ചേച്ചി അങ്ങനെ ആരോടും അടുക്കില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിക്കിയാണ് ഇങ്ങോട്ട് വരുവാണ്. നിക്കിയാണെങ്കിൽ ഇത് കാണുന്നോടെ ആകെ ദേഷ്യം വരുവാണ്. അനിയനെയാണ് ഇത്തരം ഗിഫ്റ്റുകളും കാര്യങ്ങളും സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടാണെങ്കിൽ ചാക്കിലാക്കാൻ നോക്കിയ കാര്യം കാണുന്നതോടെയാണ് നിക്കിക്ക് ആകെ ദേഷ്യമാവുകയാണ്. നിക്കിയാണ് ഈ കാര്യം പോയിട്ടാണെങ്കിൽ സ്കൂളിലെ ടീച്ചറോടാണ് പരാതിപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നോക്കുമ്പോൾ പ്രസാദ് നോക്കുമ്പോഴാണ് നിക്കിയാണ് ആകെ ഡള്ളായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ കാര്യമെന്ന് പോയി വിക്കിയോട് ചോദിക്കുകയാണ്. അപ്പോൾ വിക്കി പറയുന്നുണ്ട് ചേച്ചിക്കാണെങ്കിൽ ഒരു പപ്പിക്കുട്ടി ഉണ്ടായിരുന്നു, അതിന് ഞാൻ ഇന്നലെ രാത്രി തൊട്ട് കാണാനില്ല, അതാണ് ആ ഫോറസ്റ്റിനകത്തേക്ക് പോയി, അതിന് തിരിച്ച് കിട്ടില്ല എന്ന് ഇവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ പറഞ്ഞതെന്ന് പറയുകയാണ്. അത് കേൾക്കുന്നതോടെയാണെങ്കിൽ അന്നേ രാത്രി തന്നെയാണെങ്കിൽ ടീം മെമ്പേഴ്സിനെ കൂട്ടിക്കൊണ്ട് പ്രസാദ് ആണെങ്കിൽ ആ കാട്ടിൽ പോയാണെങ്കിൽ ആ പപ്പിക്കുട്ടിയെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നിക്കിക്കാണ് ഗിഫ്റ്റ് കൊടുക്കുവാണ്. നിക്കിക്ക് ഇത് കാണുന്നത് ഒരുപാട് സന്തോഷമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെയാണെങ്കിൽ നിക്കിയാണെങ്കിൽ പ്രസാദുമായിട്ടുള്ള ആ വഴക്കും കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് ഫ്രണ്ട്സ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കാണുന്ന ടീം മെമ്പേഴ്സിനൊക്കെ ഒരുപാട് സന്തോഷമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രസാദാണെങ്കിൽ ആ രണ്ട് പിള്ളേരും കൂട്ടിക്കൊണ്ട് നേരെയാണെങ്കിൽ അമ്മയുടെ അടുത്തോട്ട് ചെല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മയാണെങ്കിൽ പിള്ളേരെ കാണുന്നത് ഭയങ്കര സന്തോഷമായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പിള്ളേരാണ് പ്രസാദുമായിട്ട് ഭയങ്കരമായിട്ടും അടുത്തുകൊണ്ടിരിക്കുകയുണ്ട്. നിക്കിയും മിക്കിയാണെങ്കിൽ എന്തിന് അടുത്തടുത്ത അവസരം അമ്മയോട് സംസാരിക്കാൻ പോലും സമയമില്ലാതെ അമ്മ ഞങ്ങൾ PT സാറിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വീഡിയോ കോളെ കട്ട് ചെയ്തിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിള്ളേരിൽ എല്ലാം ആഘോഷിക്കുന്നതാണെങ്കിൽ പ്രസാദിൻ്റെ ഒപ്പടെ പ്രസാദിനോടെ കിടന്നുറങ്ങുന്നു, പ്രസാദിനോട് കുറേ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു, ഫുൾ ടൈം പ്രസാദിൻ്റെ കൂടെ തന്നെ ആവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ശശികലയാണ് പല പ്രാവശ്യം പിള്ളേരെ ഫോൺ ചെയ്യുന്നുണ്ട്, പിള്ളേർ ഫോൺ എടുക്കാൻ പോലും കൂട്ടാക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ശശികലയാണെങ്കിൽ നേരെയാണ് സ്കൂളിലേക്ക് വിളിച്ച് പ്രിൻസിപ്പളിനെ ചോദിക്കുകയാണ് പിള്ളേരെ വിളിക്കുമ്പോൾ ഒന്നും കിട്ടില്ലെന്ന് പറയുന്നത്. അന്നേരം പറഞ്ഞു പിള്ളേരിപ്പോൾ ഫുൾ ടൈം PT സാറിൻ്റെ കൂടെയാണ്, PT സാർ അവരെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്ന, അവരെ പഠിപ്പിക്കുന്ന, അവരെ കൂടെ കിടത്തി ഉറക്കുകയൊക്കെ ചെയ്യുന്ന PT സാറാണെന്ന് പറയുകയാണ്. ഈ സമയമാണെങ്കിൽ പിള്ളേരുടെ കൂടെ ഇരുന്ന് നമ്മുടെ പ്രസാദാണ് സീരിയലൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം നിക്കിയുടെ ഏകദേശം ക്യാരക്ടർ ശശികലയുടെ ക്യാരക്ടർ ഒരേപോലെയാണ്. അപ്പം നിക്കിനെ കാണുമ്പോഴൊക്കെ ആണെങ്കിൽ പ്രസാദനാണെങ്കിൽ തൻ്റെ ഭാര്യയുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ സ്കൂളിലാണെങ്കിലും ഒരു ചെറിയ പ്രശ്നം നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഗുണ്ടയുടെ മകനാണ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആളാണെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അതിനെതിരാണെങ്കിൽ സാക്ഷി പറയുന്നത് നിക്കിയായിട്ട് പരാതി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതറിഞ്ഞിട്ടാണെങ്കിൽ ഗുണ്ട വന്നിട്ടാണെങ്കിൽ കേസ് പിൻവലിക്കാനൊക്കെ പറയുമ്പോൾ കേൾക്കുന്നുണ്ട്. നിക്കിയാണെങ്കിൽ ദേഷ്യം വന്ന ഗുണ്ടാണെങ്കിൽ നിക്കിയുടെ കർണക്കുറ്റി ഒരു ഒറ്റ അടിയും വെച്ച് കൊടുക്കുവാണ്. ഈ കാര്യങ്ങളൊക്കെ പ്രസാദ് അറിയുന്നുണ്ട്. പ്രസാദ് ആണെങ്കിൽ തൻ്റെ ടീം മെമ്പേഴ്സിനെ നിക്കിനെയും വിക്കിനെയും ഇങ്ങനെ കൂട്ടിക്കൊണ്ട് നേരെയാണ് ഗുണ്ടയുടെ വീട്ടിലേക്ക് ചെല്ലുക കേട്ടോ. അവിടെ ചെന്നിട്ടാണെങ്കിൽ ആ ഗുണ്ടയുടെ മോനെ മുമ്പിലിട്ട് ഗുണ്ടയുടെ നല്ല ഇത് എടുത്തിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്നതോടെയാണ് നിക്കിക്കും മിക്കിക്കും ആണെങ്കിൽ ഉള്ള സ്നേഹം ഒന്നും കൂടെ കൂടുകട്ടോ പ്രസാദിനോടാണെങ്കിൽ. പ്രസാദാണെങ്കിൽ സ്വന്തം അച്ഛനെ പോലെ കണ്ടു തുടങ്ങുവാണ് അവരാണെങ്കിൽ, കാരണം ഒരു അച്ഛൻ തന്നെ സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രസാദാണെങ്കിൽ മക്കളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നേരെ ഇരുന്നിട്ടാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയോട് പറയുകയാണ്. മുത്തശ്ശി ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ചോദിക്കുമ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് അച്ഛനില്ല, ഞങ്ങൾക്ക് അച്ഛനെ വെറുപ്പാന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്നവിടെ പ്രസാദനാണെങ്കിൽ ആകെ സങ്കടമാവുക കേട്ടോ. തൻ്റെ മക്കൾ തന്നെ എത്രമാത്രം വെറുക്കുന്നുണ്ടെന്ന് ആ നിമിഷം പ്രസാദ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രസാദാണെങ്കിൽ ആ കാര്യങ്ങളാണെങ്കിൽ അത് കേട്ടുകൊണ്ട് കണ്ണ് നിറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പിള്ളേരാണെങ്കിൽ അച്ഛനെക്കുറിച്ചുള്ള വെറുപ്പ് മൊത്തമാണ് മുത്തശ്ശിയോട് തുറന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രസാദാണ് അവിടെ നിന്നെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രസാദം ഒന്നും അറിയാത്തവരോട് മക്കളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മക്കളെ വീണ്ടും ഒരു ഫ്രണ്ടായിട്ട് എന്നെ കാണാൻ പറഞ്ഞുകൊണ്ട് ആ രീതി തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നിക്കി ചോദിക്കുന്നുണ്ട് സ്വന്തം അച്ഛൻ എങ്ങനെയായിരിക്കണം, ആ അച്ഛൻ എങ്ങനെയാക്കണം എന്ന് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് ഞങ്ങളുടെ PT സാറിനെ പോലെ ഞങ്ങളുടെ അച്ഛനായിരുന്നത് ഞങ്ങൾ വിചാരിക്കുക എന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുന്നതോടെയാണ് പ്രസാദനാണ് ആകെ സങ്കടമാവുകയാണ്. പ്രസാദാണ് പെട്ടെന്നാണ് അങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ടാണെങ്കിൽ കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സൗണ്ട് പുറത്ത് കേൾക്കാതെ ആണെങ്കിൽ അന്നേരം ആണെങ്കിൽ നിക്കി പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ
ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് ഭയങ്കര വെറുപ്പാണ്. അതുകൊണ്ട് സാറും ഞങ്ങളുടെ അമ്മേനെ കല്യാണം കഴിച്ചുകൂടെ, സാറ് ഞങ്ങളുടെ അമ്മയുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫ് ഭയങ്കര സന്തോഷമാവും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ശശികലയുടെ അച്ഛനോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് പിള്ളേരെ കാണണം, പിള്ളേരെ ഒന്ന് കാണാത്തതുകൊണ്ട് ഒരു സുഖമില്ല, അതുകൊണ്ട് പിള്ളേരെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ നാളെ തന്നെ അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രസാദാണ് സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുകയാണ്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പോയാണ് ടീം മെമ്പേഴ്സിനോട് പറയുവാണെങ്കിൽ അവരാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ സമാധാനിപ്പിച്ച് പ്രസാദിനെ കിടത്തു വർക്കൊക്കെ ചെയ്യുകയാണ്. പിറ്റേ ദിവസം അവർ ജോലിക്ക് എന്ന് ചെയ്യുമ്പോഴാണെങ്കിൽ അങ്ങോട്ടാണത് നമ്മുടെ ശശികല ജീവിക്കൊക്കെ വരുവാണ്. അപ്പോൾ ശശികല വന്നിട്ടാണെങ്കിൽ പി ടി സാറിനെ കണ്ട് താങ്ക്സ് പറയണമെന്ന് പറഞ്ഞ് പ്രസാദിൻ്റെ അടുത്തേക്ക് ഇതാണെങ്കിൽ നമ്മുടെ പി ടി സാറും ടീം മെമ്പേഴ്സും എല്ലാവരും കാണുവാണ് ശശികലനാണെങ്കിൽ. അതോടെയാണ് പ്രസാദ് പറയുന്നത് ജാലിയോട് പറയുന്നത് എങ്ങനെയെങ്കിലും അവരൊന്ന് പറഞ്ഞു വിടാൻ പറയുന്നത് ടീം മെമ്പേഴ്സിനോടാണെങ്കിൽ. അതോടെ ജാലി ടീം മെമ്പേഴ്സും എല്ലാവരും ആണെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞു വിടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ കുറ്റമൊക്കെ പറഞ്ഞ് അന്നേരമാണെങ്കിൽ നമ്മുടെ ശശികല പറയുന്നത് ഇത്ര അഹങ്കാരമുള്ള സാറോ, എന്നാൽ പിന്നെ കാണണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പോകാമെന്ന് തിരിയുമ്പോഴാണെങ്കിൽ ഇതേ കറക്റ്റ് സമയത്ത് പ്രസാദിൻ്റെ അമ്മയാണ് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല മോനെ എന്തിയെ പിള്ളേർക്കുള്ള ഞാൻ ഗിഫ്റ്റ് സാധനം പ്രത്യേക ഒരു ഫുഡ് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്നതോടെ ശശികലയ്ക്ക് ആകെ ഷോക്കാവുക. ശശികലയ്ക്കാണെങ്കിൽ അത് പ്രസാദാണ് മനസ്സിലാവുകയൊക്കെ ചെയ്യുകയാണ്. പ്രസാദിനോട് മാറ്റി നിർത്തി നമ്മുടെ ശശികല പറയുന്നുണ്ടോ, അപ്പോൾ നിങ്ങളല്ലേ പി ടി സാറായിട്ട് വന്ന പിള്ളേരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക, എന്തിനാ എന്നോടുള്ള റിവഞ്ചിന് വേണ്ടിയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ പിള്ളേരാണെങ്കിൽ അങ്ങോട്ട് വരുവാണ്. പിള്ളേരാണ് 3 ആഴ്ച തേനാണ് വീട്ടിൽ പോകാമെന്നൊക്കെ പറയാമെന്ന് പിള്ളേരാണെങ്കിൽ അച്ഛനോടാണെങ്കിൽ നമ്മുടെ പ്രസാദിനോടാണെങ്കിൽ. എന്നിട്ടാണെങ്കിൽ അവരാണ് അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് ജീവിക്ക് ആണെങ്കിൽ പറയുന്നുണ്ടോ പ്രസാദോട് മാറ്റി നിർത്തി, ഞാനാണെങ്കിൽ എൻ്റെ മോളെ നിന്ന് പിരിച്ച് ഘട്ടം ഘട്ടമായിട്ട് അതുകൊണ്ട് നിനക്കൊരിക്കലും തകർത്ത് വീണ്ടും ആണെങ്കിൽ അവരുമായിട്ട് ഒന്നിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അതോടെ പ്രസാദിന് ആകെ സങ്കടമാവുകയാണ്. പ്രസാദാണെങ്കിൽ പിള്ളേർ പോയോടെയാണ് വീണ്ടും തിരിച്ചാണെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ അടുത്തേക്ക് വരുവാണ്. വന്നിട്ടാണെങ്കിൽ കാര്യങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ പറയുന്നുണ്ടോ എൻ്റെ മക്കളാണെങ്കിൽ എന്നോടൊരു ആഗ്രഹം പറഞ്ഞു, അവരുടെ അമ്മയും ഞാനും ഒരുമിച്ച് ജീവിക്കണം, ആ ആഗ്രഹം എനിക്ക് സഹായിച്ചു കൊടുക്കണം സാറേ, അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയുകയാണ്. ആ സമയത്താണ് എനിക്കാണെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. അപ്പോൾ ജീവിക്ക് വന്നിട്ടാണെങ്കിൽ മോളോട് ചോദിക്കുന്നത്, അല്ല ശശികല നീ വന്നില്ല എന്ന് ചോദിക്കുകയാണ്. ഞാൻ വന്നില്ല അച്ഛാ, ഇന്നെ നിക്കിക്കാണ് നല്ല പനിയുണ്ട്, അവളെ ഒറ്റയ്ക്കിട്ട് പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് അച്ഛൻ പോയിട്ട് ആരെങ്കിലും ആൾ മീറ്റിന് പങ്കെടുത്താൽ പോയെന്ന് ചോദിക്കണം. ആണോ, എന്നാൽ പിന്നെ ഞാൻ പോട്ടെ, ഇപ്പോൾ തന്നെ ടൈം ലേറ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സിനെ കൂട്ടിക്കൊണ്ട് നേരെയാണ് മീറ്റിങ്ങിന് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്കാണെങ്കിൽ ജീവിക്കയുടെ വണ്ട് തടഞ്ഞിട്ട് കുറേ ഗുണ്ടകളാണ് ജീവിക്ക് അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വിധമാണ് ജീവിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ അറിയുന്നതോടെയാണെങ്കിൽ സകല പോലീസുകാരെയാണെങ്കിൽ മോളാണ് വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്യുന്നത്. കാരണം അവർ വലിയ ബിസിനസ്സുകാരൊക്കെ ആണല്ലോ. അപ്പോൾ പോലീസുകാരൊക്കെ വന്നിട്ടാണെങ്കിൽ പറയുന്നുണ്ട് ഞങ്ങൾ പരമാവധി അന്വേഷിച്ചു, പക്ഷേ ആരൊന്നും മനസ്സിലായില്ല, എന്തായാലും ഞങ്ങൾ പ്രൊട്ടക്ഷന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അവിടെ നിന്ന് ആൾ വരുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്നതോടെയാണ് ഇവർക്ക് സമാധാനമൊക്കെ ആവുകയാണ്. പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ ജീവിക്കയുടെ സെക്യൂരിറ്റി ഗാർഡായിട്ട് വന്നത് നേരെ പ്രസാദും ടീമും ആട്ടോ. അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെയാണ് ശശികലയാണ് ആകെ ഷോക്കായി പോവുകയാണ്. ജീവിക്ക് പറയുന്നത് ഇവരല്ലാതെ വേറെ ആരും ഇല്ല എന്ന് ചോദിച്ചുകൊണ്ട് നേരെയാണ് പ്രൈം മിനിസ്റ്റർ ഫോം വിളിക്കുക കേട്ടോ നമ്മുടെ ശശികലയാണെങ്കിൽ. അപ്പോൾ ശശികലയോട് പറയുന്നുണ്ട് പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഞാനേ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഏറ്റവും നല്ല സെക്യൂരിറ്റി ഗാർഡിനെ അയച്ചേക്കുന്നത്, അല്ല ഏതെങ്കിലും ഡമ്മി മതിയെങ്കിൽ മതി, ഓക്കെ കുഴപ്പമുണ്ടെന്ന് ചോദിക്കുക. അപ്പോൾ ജീവിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മോളെ, ഇവൻ തന്നെ നോട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ പ്രസാദാണ് നേരെയാണ് ജീവിക്കയുടെ വീട്ടിലേക്ക് വരുന്നത്. പിള്ളേരും അങ്ങോട്ട് വരുന്നുണ്ട്. പിള്ളേരാണ് പ്രസാദിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓടി വന്നിട്ടാണ് പ്രസാദിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അല്ല നിങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളുടെ അമ്മയായിട്ട് കല്യാണം കഴിക്കണമെന്ന്, അതിന് വേണ്ടിയുള്ള ആദ്യത്തെ തയ്യാറെടുപ്പ് ഞാൻ വന്നതെന്ന് പറയുകയാണ്. ഇവിടെയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. പിള്ളേരോടാണെങ്കിൽ നിങ്ങൾ അകത്തോട്ട് നോക്കും, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പ്രസാദാണ് അവരെ പറഞ്ഞു വിടുവാണ്. എന്നിട്ടാണ് പ്രസാദ് അകത്തോട്ട് കയറാൻ നോക്കുമ്പോൾ ജീവിക്ക് പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങോട്ട് അകത്തോട്ട് കയറുന്നത്, നിങ്ങൾക്ക് ഇത് പുറത്ത് അവിടെ താമസിക്കാമെന്ന് പറയുകയാണ്. അതോടെയാണ് ജീവിക്ക് പറയുന്നത് ഞങ്ങൾ സാറിൻ്റെ സെക്യൂരിറ്റിയൊക്കെ വന്നത്, അപ്പോൾ സാറിൻ്റെ കൂടെ വേണം ഞങ്ങൾ താമസിക്കാനായിട്ട് പറഞ്ഞ് അവർ അകത്ത് കയറി താമസിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ടാണ് ജീവിക്ക് ചോദിച്ചിട്ട് മോളോട് പറയുന്നുണ്ട് അവർ വന്നിട്ട് എത്ര നേരം, എന്നിട്ട് ഇതുവരെ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചോ, ഒന്നും ചോദിച്ചില്ല, എന്നിട്ട് എന്ത് അന്വേഷണം നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതോടെ ശശികലയാണ് ഇപ്പോൾ പ്രസാദം വിളിച്ചെണീപ്പിക്കുകയാണ്. അല്ല നിങ്ങൾ എന്തിനാണ് വന്നത്, എൻ്റെ അച്ഛൻ്റെ സെക്യൂരിറ്റി തന്നെയാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുക. അന്നേരമാണ് കുട്ടികളാണെങ്കിൽ പ്രസാദിനോട് വന്നിരിക്കാൻ പറയുകയാണ്. ഇത് കേട്ട് പ്രസാദ് അങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് ജീവിക്ക് പറയുന്നുണ്ടോ ഇവരാരെ ഇങ്ങോട്ട് ക്ഷണിച്ചത്, ഇവർക്കുള്ള ഫുഡ് ആ പുറത്ത് വല്ലതും കൊടുത്താൽ പോരെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്നാണെങ്കിൽ കുട്ടികൾക്ക് ആകെ സങ്കടമാവുകയാണ്. പ്രസാദ് അവിടെ നിന്ന് ടീം മെമ്പേഴ്സിനെ കണ്ണും കൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഫോൺ എടുത്ത് പറഞ്ഞു അറ്റാക്കോ, പുറത്ത് ആൾക്കാരുണ്ടെന്നോ, സാറ് പെട്ടെന്ന് വാ, ഇതിൻ്റെ അടി കയറാൻ പറഞ്ഞുകൊണ്ടാണ് ജീവിക്കനെ പിടിച്ച ആ ടേബിളിൻ്റെ അടി കയറ്റി ഇരുത്തുവാണ്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ പ്രസാദും ടീം മെമ്പേഴ്സും എല്ലാവരും ആണ് നേരെ പോയി ആ ഡൈനിങ് ടേബിളിൽ ചുറ്റി ചെയ്തിട്ട് അവരാണെങ്കിൽ ആഹാരം ആസ്വദിച്ച് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിള്ളേരാണെങ്കിൽ നമ്മുടെ പ്രസാദാണ് കണ്ണും കൊണ്ട് കാണിക്കുന്നുണ്ട് ഒരു അഭ്യാസം മാത്രമാണെന്നുള്ളതൊക്കെയാണല്ലോ. അപ്പോഴാണെങ്കിൽ ജീവിക്ക് അല്ല ഇനി കഴിഞ്ഞില്ലേ, എനിക്ക് പുറത്തിറങ്ങാറായില്ല എന്ന് ചോദിക്കുകയാണ്. ഇല്ലെന്നേ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരാണ് ഫുഡ് കഴിച്ച് കഴിയുന്നിടം വരെ ജീവിക്കാനാണെങ്കിൽ ആ ടേബിളിൻ്റെ അടുത്ത് തന്നെ ഇരുത്തുവാണ്. ഇത് കഴിഞ്ഞ് നടന്ന ജീവിക്ക് ആകെ ദേഷ്യമാവുകയാണ്. അപ്പോൾ ശശികല പറയുന്നത് നിങ്ങൾ മനഃപൂർവ്വം എൻ്റെ അച്ഛനെ ആണെങ്കിൽ ആ ടേബിളിൻ്റെ അടി കയറ്റി ഇരുത്തുന്നത് അല്ലെന്ന് ചോദിക്കുകയാണ്. അതെ അതെനിക്ക് മനസ്സിലായില്ലെന്ന് ചോദിച്ചിട്ടാണ് നൈസായിട്ടാണ് ജീവിക്കയുടെ മുമ്പിൽ കൂടെയാണ് പ്രസാദാണ് അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് അവരെല്ലാം ഒരുമിച്ചാണെങ്കിൽ നേരെയാണെങ്കിൽ ഒരു ബിസിനസ് മീറ്റിങ്ങിന് ചെല്ലുവാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആണെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ വന്ന് കൂടെ കുറേ സേഫ്റ്റി ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആളാണെങ്കിൽ നമ്മുടെ
ശശികലയോട് കൈ കൊണ്ട് സംസാരിക്കുവാണ്. ഇത് കാണുന്ന പ്രസാദനാണ് ദേഷ്യം വന്നിട്ട് പ്രസാദാണെങ്കിൽ അവരെല്ലാവരും നല്ലത് പഞ്ഞിക്കിടുന്ന പോലെ എടുത്തിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കാണുന്ന ശശികല ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചെന്ന് ചോദിക്കുകയാണ്. നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോണ്ട് ഞാൻ പെരുമാറിയെന്ന് ചോദിക്കുക. ഭീഷണിപ്പെടുത്തി? എവിടെ ഭീഷണിപ്പെടുത്തി? കൈ കൊണ്ട് സംസാരിച്ച കണ്ടില്ലെന്ന് ചോദിക്കുകയാണ്. അവർ കൈ കൊണ്ട് സംസാരിച്ചൊന്നുമല്ല, എന്നോടുള്ള സ്നേഹപ്രകടനം നടത്തിയെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്നതോടെയാണെങ്കിൽ പ്രസാദിന് ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുവാണ്. നിങ്ങൾ കാരണം ഞങ്ങളുടെ ഒരു നല്ലൊരു ബിസിനസ് നഷ്ടപ്പെട്ടെന്നൊക്കെ പറയുകയാണ്. പിന്നെ കാണുകയാണെങ്കിൽ നമ്മൾ ശശികലയാണ് പ്രസാദിനെ ഫോം വിളിച്ചിട്ടാണ് വരുത്തി പ്രസാദാണ് വലിയ കാര്യമായിട്ട് എന്തെങ്കിലും നല്ല സ്നേഹപ്രകടനം വല്ല അയക്കുന്ന ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്ന് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇത്രയും ദിവസമായി ഇവർ വന്നിട്ട് ഇതുവരെയായിട്ട് എന്താ സംഭവിച്ചത്? ഇവരെന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. അന്ന് ദിവസം രാത്രി ഞാൻ കഷ്ടിച്ച രക്ഷപ്പെട്ട്, എന്നിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ ഇവരൊന്ന് ചോദിക്കോ തിരക്കോ ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറയുകയാണ്. അതോടെ ആണെങ്കിൽ നമ്മുടെ ശശികലയാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ടാണ് നേരെ ആണെങ്കിൽ PM വിളിച്ചിട്ടാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. വീഡിയോ കോൾ ചെയ്തിട്ടാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയും. നേരമാണെങ്കിൽ PM കുറച്ച് ചൂടായിട്ട് പ്രസാദിനോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പ്രസാദ് പറഞ്ഞിട്ട്, സാർ എന്നെ വിശ്വസിച്ചില്ല ഇങ്ങോട്ട് അയച്ച്, അതുകൊണ്ട് ഞാൻ വന്ന അന്ന് തന്നെ നേരെ അറ്റാക്ക് നടന്ന സ്ഥലത്ത് പോയി അന്വേഷിച്ചു. അവിടുത്തെ CCTVയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ആണെങ്കിൽ അവരുടെ കയ്യിലെ ആ മാർക്ക് അത് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഇത് പുറത്തുനിന്നുള്ള ആരോ ചെയ്ത, അല്ലാതെ ബിസിനസ്സുകാരോ പൊളിറ്റീഷ്യൻസോ അങ്ങനെയുള്ള ആരും ആയിരുന്നില്ല. ഇത് പുറത്തുനിന്നുള്ള ആരോ ഈ അറ്റാക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറ്റാക്ക് ചെയ്ത ആളെ എന്തായാലും ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. അന്ന് ഞങ്ങൾ വണ്ടി ചേസ് ചെയ്ത് വന്ന് ആളെ ഫോളോ ചെയ്ത് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് അധികം വിവരങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയില്ല. അധികം താമസിക്കാതെ തന്നെ ഈ ഒരാളെ അത് അറ്റാക്ക് ചെയ്യാൻ ഞങ്ങൾ കണ്ടുപിടിക്കുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്നതോടെയാണെങ്കിൽ നമ്മുടെ ശശികലയും ജീവിക്കുകയാണ് ആകെ ഒരു വണ്ടർ അടിച്ചിരിക്കുകയാണ്. ഇത്ര സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ അന്വേഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മാറ്റണ്ടെന്ന് പറയുകയാണ്. എന്നിട്ടാണെങ്കിൽ ഒരു താങ്ക്സ് കൊടുക്കാനൊക്കെ ആയിട്ട് ഷെയ്ക്കാനും എടുക്കാനായിട്ട് കൈ നീട്ടുവാണ്. അത് കാണേണ്ട ആകെ സന്തോഷമായ പ്രസാദാണെങ്കിൽ നൈസായിട്ട് ഷെയ്ക്കാനും എടുക്കും. ശശികലയുടെ കയ്യിലും ഉള്ളം കയ്യിലും ചൊറിയുകയാണ്. അതോടെയാണെങ്കിൽ ആകെ ദേഷ്യം ശശികലയാണ് നേരെ അങ്ങോട്ട് പോയിട്ടാണെങ്കിൽ ആ കൈയാണെങ്കിൽ ഫുള്ളാണ് സോപ്പിട്ട് വാഷ് ചെയ്യുകയാണ്. അതേസമയം പ്രസാദാണെങ്കിൽ ആ കൈയാണെങ്കിൽ ആരും തൊടിയിപ്പിക്കാൻ പോലും സമ്മതിക്കില്ല. ടീം മെമ്പേഴ്സിനോട് തുടരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുകയാണെങ്കിൽ ഈ അറ്റാക്ക് നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു പോലീസുകാരനായിട്ടോ. അപ്പോൾ ആളുടെ പേര് വീരപാണ്ഡിയാണ്. അപ്പോൾ ആളാണ് അവിടെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. SP വന്നിട്ടുണ്ട്. SPക്കാണ് തന്നെ കാണണമെന്നൊക്കെ പറഞ്ഞെന്ന് പറയുകയാണ്. അപ്പോൾ ആ ചായക്കടക്കാരൻ ചോദിക്കുക, അല്ല സാർ എന്നാൽ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആളൊന്നും സസ്പെൻഷനിലായിട്ട് ജയിലിലായിരുന്നു കേട്ടോ. അപ്പോൾ SP ആണെങ്കിൽ ഈ വീരപാണ്ഡിനെ വിളിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ, GVക്കെതിരെ അറ്റാക്ക് നടന്ന കാര്യം താൻ അറിഞ്ഞില്ലേ? എനിക്ക് തോന്നുന്നത് താൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അറ്റാക്ക് നടന്നു, തനിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആദ്യം കേൾക്കുന്നതോടെ ദേഷ്യം വന്ന വീരപാണ്ഡി ആണെങ്കിൽ ആ SP അവിടെ വെച്ചാണ് കുത്തിക്കൊല്ലുവാണ്. അപ്പോഴാണ് ആ ചായക്കടക്കാരൻ ചായയായിട്ട് തന്നെ. അപ്പോൾ ആ ചായക്കടക്കാരൻ്റെ തലയിലോട്ടാണെങ്കിൽ കേസ് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ശശികലയാണെങ്കിൽ പാർട്ടിക്ക് പോവുകയാണ്. അപ്പോൾ ആ പാർട്ടിക്കാണെങ്കിൽ കൂടെയാണെങ്കിൽ പ്രസാദ് ചെല്ലുന്നുണ്ട് ഫോളോ ചെയ്തിട്ടാണെങ്കിൽ. അപ്പോൾ ശശികലയാണെങ്കിൽ അവിടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടുകാർ പറയുന്നുണ്ട് കേട്ടോ, എന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് തല്ലി, ഞാനാണെങ്കിൽ അയാൾക്കിത് പരാതി കൊടുത്തു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്താണ് ശശികല അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയാണെങ്കിൽ നൈസായിട്ടാണെങ്കിൽ ജാലിയോട് വിളിച്ചിട്ടാണ് പിള്ളേരെ കൊണ്ടാണ് വിളിപ്പിക്കാൻ പറയുകയാണ്. പിള്ളേരാണ് അടി കൂടുന്ന പോലെ വിളിച്ച് അഭിനയിച്ചാണെങ്കിൽ ശശികലയാണെങ്കിൽ ഫോണിട്ട് സംസാരിച്ച് അവിടെ നിന്ന് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഈ കൂട്ടുകാരുടെ അടുത്തേക്കാണ് നമ്മുടെ പ്രസാദ് ചെല്ലുവാണ്. എൻ്റെ തോക്ക് കൊണ്ട് ഭീഷണിപ്പെടുത്തുക പറയുന്നുണ്ടോ, ഞാനേ ശശികലയുടെ ഭർത്താവാണ്, നിങ്ങൾ അവരോട് മര്യാദയ്ക്ക് എന്നെക്കുറിച്ച് പുകത്തി പറഞ്ഞോളാം, ഇല്ലെങ്കിൽ എല്ലാ അതിനെ വെച്ച് ഞാൻ കാച്ചി കളയുമെന്ന് പറയുകയാണ്. അതോടെയാണ് ശശികല അങ്ങോട്ട് വരുമ്പോൾ പ്രസാദിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പുകത്തി പറയുകയാണ്. ഇത് കേൾക്കുന്നതുകൊണ്ട് ദേഷ്യമാണ് ശശികലയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഗ്ലാസ്സൊക്കെ തട്ടി തെറിപ്പിച്ചിട്ടാണെങ്കിൽ അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ വീരപാണ്ഡ്യനാണ് സഹായിക്കുന്ന ഒരു കോൺസ്റ്റബിൾ ഉണ്ട്. അപ്പോൾ ആൾ വന്ന് പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും ഇനി ഒരു അറ്റാക്ക് നടത്തുമ്പോൾ കെയർഫുള്ളായിട്ട് നടത്തണം. പിന്നെ ആ ഇപ്പോൾ കൂടെയുള്ള GVKയുടെ കൂടെയുള്ള സേഫ്റ്റി ഗാർഡ് ആൾ ചില്ലറക്കാരൊന്നും അല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കൂടുതൽ പൈസയും അതുപോലെ വെപ്പൺസൊക്കെ വേണമെന്ന് പറയുന്നതോടെ വീരപാണ്ഡ്യാണെങ്കിൽ പാർലമെൻറ്റ് അംഗത്തിന് വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ ആളെ ബ്ലാക്ക് മെയിൽ ചെയ്താണ് കുറേ പൈസയും കാര്യങ്ങൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ടാണ് പോവുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ സമയം പ്രസാദ് ആണെങ്കിൽ ടിംബേഴ്സിനോട് പറയുന്നുണ്ട് കേട്ടോ, അന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു ഗണ്ണ് അത് പോലീസുകാരുടെ സൂക്ഷിക്കുന്ന ഗണ്ണാണ്, പോലീസുകാർ സീസ് ചെയ്ത് വെക്കുന്ന ഗണ്ണാണ്, അതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ഇതിന് പിന്നെ ഒരു പോലീസുകാരനുണ്ട്, അതുകൊണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാകുമെന്ന് പറഞ്ഞുകൊണ്ട് നാളെ തന്നെയാണെങ്കിൽ ശശികലയുടെ വീട്ടിൽ വെച്ചാണെങ്കിൽ ഒരു ടീം മീറ്റ് അറേഞ്ച് ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. എൻ്റെ പിറ്റേ ദിവസം ആണെങ്കിൽ പോലീസുകാരെയൊക്കെ വിളിച്ചിട്ടാണെങ്കിൽ പറയുന്നുണ്ടോ, ഈ വന്ന 19-ാം തീയതി ഞങ്ങളാണ് GVK ആണെങ്കിൽ അങ്ങോട്ടുള്ള ഫാം ഹൗസിലോട്ട് മാറ്റുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പ്രസാദ് തൻ്റെ പ്ലാനാണ് ടീം മെമ്പേഴ്സിനോട് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഫാം ഹൗസ് പോലും ഇല്ല, നമ്മൾ GVK അങ്ങോട്ട് മാറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ കൂട്ടത്തിൽ വന്ന പോലീസുകാർ ഒരാളാണെങ്കിൽ ഈ അറ്റാക്ക് നടത്തിയ കൂട്ടത്തിലുള്ള ആളാണ്. അപ്പോൾ അയാൾ എന്തൊക്കെയായാലും അയാൾ GVK അന്വേഷിച്ച് അവിടെ വരുമെന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാനൊക്കെ പറയട്ടെ. അപ്പോൾ ഇതിന് പിന്നെ ആരാന്ന് മനസ്സിലാക്കാനൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ പ്രസാദിൻ്റെ അമ്മയാണെങ്കിൽ ക്ഷേത്രദർശനം കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങോട്ട് വരുവാണ്. വന്ന് കഴിയുമ്പോൾ ആണെങ്കിൽ നമ്മുടെ പ്രസാദിനോട് സംസാരിക്കുന്നതോട് ശശികലയോട് പറയുന്നുണ്ട്, എനിക്ക് 2 മിനിറ്റ് മോളോട്
എന്നോട് സംസാരിക്കണം, സമയമുണ്ടോ എന്ന് ചോദിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോഴാണെങ്കിൽ ശശികലയോട് സമ്മതിക്കുകയൊക്കെ ചെയ്യുകയാണ്. ശശികലയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസാദിനെ കുറിച്ച് ഒരു വാക്ക് പോലും ആണെങ്കിൽ നമ്മുടെ അമ്മയാണെങ്കിൽ സംസാരിക്കുന്നില്ല കേട്ടോ. ഫുള്ളാണെങ്കിൽ എന്ത് ശശികലയ്ക്ക് ഇഷ്ടപ്പെട്ട അച്ചാറൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം പോകാൻ നേരത്താണെങ്കിൽ ശശികല എഴുതിയിട്ടുണ്ട്, അല്ല നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും റീജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് മിണ്ടി പോയില്ല എന്ന് പറയുകയാണെ. അന്നേരമാണെങ്കിൽ ശശികലയുടെ അമ്മ പറയുന്നുണ്ട് കേട്ടോ, ആ കാര്യം തീരുമാനിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും, ഭാര്യ ഭർത്താക്കന്മാർ, നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ മൂന്നാമതൊരാൾ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മോൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന രീതി ഞാൻ ഈ കാര്യം പറഞ്ഞുതരാം. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിൽ ഞാനാണ് എൻ്റെ ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കി. അപ്പം ഞാനെൻ്റെ ഭർത്താവിനായിട്ട് വഴക്കുണ്ടാക്കി നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഭർത്താവ് പുറത്തുനിന്ന് വന്ന ആളാണല്ലോ, ബ്ലഡ് റിലേഷൻ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഭർത്താവിനെയാണ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്തത്. പിന്നെ എനിക്ക് കാര്യം മനസ്സിലായപ്പോഴാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരോട് അവരോട് നോ പറഞ്ഞിട്ട് നേരെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോവുക ചെയ്ത്. അതുകൊണ്ട് മോൾക്ക് മുന്നോട്ട് ജീവിക്കണോ വേണ്ടത് മോൾ തന്നെ തീരുമാനിക്കേണ്ടത്, മോളുടെ ലൈഫിൽ എന്താ കാര്യങ്ങൾ എടുക്കേണ്ടത് മോൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഇട്ട് കൊടുത്ത ചായ ആണെങ്കിലും കുടിക്കാൻ പറഞ്ഞ് കൊടുത്തിട്ടാണെങ്കിൽ അമ്മയാണെങ്കിൽ അങ്ങോട്ട് പോവുകയാണ്. ഇത് കേൾക്കുന്നതോടെ നമ്മുടെ ശശികലയ്ക്കാണെങ്കിലും ആകെ ദേഷ്യം വന്നിട്ടാണെങ്കിൽ ആ അമ്മ തന്നെ ചായ ആണെങ്കിൽ അത് കുടിക്കാതെ ആണെങ്കിൽ അവിടെ ആ ടേബിളെ വെച്ചിട്ടാണ് ശശികലയാണെങ്കിൽ അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രസാദാണെങ്കിൽ അമ്മ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ശശികലയ്ക്ക് കുറച്ച് ഇമോഷണലിലേക്ക് ആയെന്ന് വിചാരിച്ചത്. പക്ഷേ ഒന്നും ആയില്ല, ഒന്നും കൂടെ ദേഷ്യം കൂടുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് തൊട്ടപ്പുറത്ത് നിന്ന് ഈ പിള്ളേർ മക്കൾ കേൾക്കുവാണ്, വിക്കി നിൽക്കുകയും കേൾക്കുവാണ്. അതോടെയാണെങ്കിൽ അവർക്ക് മനസ്സിലാവുകയാണ് ഇത്രയും കാലം PT സാറായിട്ട് കണ്ട് തൻ്റെ സ്വന്തം ഡാഡിയാണ് കാര്യം മനസ്സിലാവുകയാണ്. അതോടെ അവർക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. അവരാണ് പുറത്ത് പോയി കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക. ഇത് കാരണമാണ് പ്രസാദം ചോദിക്കുകയാണ്, എന്താ മക്കളെ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അന്നേരമാണെങ്കിൽ നമ്മൾ നിക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ഞങ്ങളുടെ ഡാഡി ആയിരുന്നല്ലേ, എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളെ പറയാത്തതെന്ന് ചോദിക്കുകയാണ്. അതോടെയാണെങ്കിൽ പ്രസാദിനാണെങ്കിൽ ആകെ സങ്കടമാവുകയാണ്. പ്രസാദിനെ മക്കളെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട് കേട്ടോ, അത് പിന്നെ നിങ്ങൾക്കാണെങ്കിൽ എന്നോട് ഇത്ര വെറുപ്പുള്ളപ്പോൾ ഞാൻ എങ്ങനെ ഞാൻ നിങ്ങളുടെ ഡാഡി എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് തന്നെ, അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ പിള്ളേർ വേണം ഇപ്പം ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഡാഡിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രസാദാണെങ്കിൽ അവരെയാണെങ്കിൽ ആശ്വസിപ്പിച്ചാണെങ്കിൽ അകത്തേക്ക് വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയും ഞങ്ങൾ സഹായിച്ചു തരുന്നു, നിങ്ങളുടെ ആഗ്രഹം ഞാൻ സഹായിച്ചു തരുമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അതോടെയാണെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷമാണ്. പോകുന്നതിന് മുമ്പാണെങ്കിൽ അവർ ഡാഡിനെ വിളിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഡാഡിനെ ഒരുപാട് ഇഷ്ടമായി, അതിന് ഹേറ്റ് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോഴാണെങ്കിൽ പ്രസാദിന് ഒരുപാട് സന്തോഷമാവുകയാണ്. പ്രസാദത്തിന് ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് ജീവി കാണുവാണ്. ജീവിക്ക് ഇത് കാണുമ്പോൾ ആകെ ദേഷ്യമാവുന്നുണ്ട് കേട്ടോ. ജീവിക്കാണ് നൈസായിട്ട് പ്രസാദിനാണെങ്കിൽ വീണ്ടും അവിടെ നിന്ന് പുറത്താക്കാനുള്ള പുതിയ പ്ലാനും കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ ജീവിക്കാണ് അവിടെ ജോലിക്കാരെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, ഇന്ന് പ്രധാനപ്പെട്ട ഗസ്റ്റ് വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും നല്ല ഇതുകൊണ്ട് ആളെ സ്വീകരിക്കാമെന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ പ്രസാദ് ആരാന്ന് ചോദിക്കുകയാണ്. എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ മുന്നേ ആളാന്ന് പറയുകയാണ്. മിസ്റ്റർ വെങ്കിയ ഗൗഡ, വലിയ കോടീശ്വരന, കർണാടകയിലെ രാജകുമാരനാന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്നതോടെയാണ് പ്രസാദ് ആകെ ഷോക്കായി പോവുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ വെങ്കി ഗൗഡി ആണെങ്കിൽ ഒരു ഹെലികോപ്റ്ററിൽ വന്ന് അങ്ങോട്ട് ഇറങ്ങുവാണ്. കൂടെ കുറേ സ്വർണ്ണവും ആഭരണങ്ങളും എല്ലാം ആയിട്ട് അങ്ങോട്ട് വരിക. എല്ലാം കൊണ്ടുവന്ന് അകത്ത് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ വെങ്കി ആണെങ്കിൽ ശീല കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. പ്രസാദ് വന്നിട്ടാണെങ്കിൽ പ്രസാദ് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ആണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ വെങ്കി പറയുന്നുണ്ട് കേട്ടോ, ഞാനാണെങ്കിൽ എൻ്റെ ഒരു കഥ പറയാം. ഞാൻ നേരത്തെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച, പക്ഷേ എന്നാൽ പെൺകുട്ടിയാണ് കല്യാണം കൊണ്ടുവന്ന് വെച്ച് അവൾക്ക് വേറെ ആളെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് സാക്രിഫൈസ് ചെയ്ത് അവളെ ആണെങ്കിൽ അവളുടെ കൂടെ പറഞ്ഞു കേട്ടു. അതുകൊണ്ട് ഇനി എന്തൊക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇതേ സമയമാണെങ്കിൽ ജീവിക്കുക എന്നിട്ടാണ് മോളോട് പറയുന്നുണ്ട് കേട്ടോ, പെണ്ണ് കാണാൻ വന്ന ആൾ കാര്യം പറയുകയാണ്. അത് കേൾക്കുന്നതോടെയാണ് ആകെ ദേഷ്യം അവരോട് ശശികല വിചാരിച്ച് ഏതോ ബിസിനസ് മീറ്റിംഗ് ആണ് വിചാരിച്ചിട്ട് ശശികല വന്നിട്ടാണെങ്കിൽ വെങ്കിയോട് സംസാരിക്കും പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഇങ്ങനെ കല്യാണത്തിന് താല്പര്യമില്ല, അച്ഛനാണെങ്കിൽ ബിസിനസ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ വന്നതെന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന പ്രസാദിന് ഒരുപാട് സന്തോഷമാവുകയാണ്. പ്രസാദാണെങ്കിൽ എൻ്റെ ടീം മെമ്പേഴ്സിന് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഇപ്പം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവളാണ് ഈ കല്യാണത്തിന് സമ്മതിക്കാത്തതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്നതാണ് ശശികലയാണ് വെങ്കിയോടാണ് കല്യാണം കഴിക്കാൻ താല്പര്യം, നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താമെന്നൊക്കെ പറയുകയാണ്. അതോടെയാണ് പ്രസാദിന് ആകെ സങ്കടമാവും കേട്ടോ. പ്രസാദ് അന്ന് ദിവസം രാത്രിയാണ് ബാറിൽ പോയാണെങ്കിൽ വെങ്കിനെ കാണുകയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ തൻ്റെ ഭാര്യ ശശികല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നേരമാണെങ്കിൽ അവരാണെങ്കിൽ ഓരോന്ന് കഴിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പെഗ് കഴിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരേ രീതിയിലായിട്ട് പെഗ് കഴിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവുന്നത് പണ്ടാണെങ്കിൽ ഫ്ലാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. ഈ വെങ്കിക്കാണെങ്കിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാത്തിനും പൊട്ടിക്കഴിയുമ്പോഴാണെങ്കിൽ മരിക്കാൻ വേണ്ടി മരിക്കുന്നതിന് മുമ്പാണെങ്കിൽ ബാറിൽ വന്ന് കഴിക്കാൻ തുടങ്ങുന്ന അവിടെ വെച്ചാണ് കേട്ടോ നമ്മുടെ പ്രസാദിനെ കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പ്രസാദാണെങ്കിൽ വെങ്കിക്കാണെങ്കിൽ കുറേ ഉപദേശവും കാര്യങ്ങളൊക്കെ കൊടുത്താണെങ്കിൽ വീണ്ടും ആണെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നൊക്കെ ചെയ്ത പ്രസാദാണ്. ഇത് മനസ്സിലാക്കുന്നതോടെയാണെങ്കിൽ തൻ്റെ ബോസാ പ്രസാദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വെങ്കി ആണെങ്കിൽ പ്രസാദിനെ സഹായിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതേ സമയമാണെങ്കിൽ ദേവാണ്ടിയെ സഹായിക്കുന്ന പോലീസുകാരനാണെങ്കിൽ ഫാം ഹൗസിലാണ് ജീവിക്ക് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ കറക്റ്റാണെങ്കിൽ പ്രസാദിൻ്റെ വലയത്തിലാണെങ്കിൽ ആ പോലീസുകാരൻ അകപ്പെടുകയൊക്കെ ചെയ്യുകയാണ്. പ്രസാദാണെങ്കിൽ ആളെ ചോദ്യം ചെയ്യുമ്പോഴാണ് ആളതൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അപ്പോഴാണ് പ്രസാദാണ് ആളെ ടോർച്ചർ ചെയ്യുകയാണ്. അന്നേരമാണ് അയാളാണ് കാര്യങ്ങളൊക്കെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെയാണ് തുറന്നു പറയുകയാണ്. ഞങ്ങളുടെ ടാർഗറ്റാണ്
ആണെങ്കിൽ GVK അല്ല ഞങ്ങളുടെ ടാർഗറ്റ് ശശികല മോളുമാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്നതോടെ ആകെ ഷോക്കായി പോകട്ടെ നമ്മൾ പ്രസാദാണെങ്കിൽ. പിന്നെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പ്രസാദിനോടാണെങ്കിൽ അയാളെല്ലാം തുറന്നു പറയുകയാണ്. ഇതിന് പിന്നിലാണെങ്കിൽ സസ്പെൻസിലായ വീരപാണ്ഡ്യ എന്നൊരു പോലീസുകാരന് അയാൾക്കാണെങ്കിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അയാൾക്ക് ഭയങ്കര ജീവനായിരുന്നു സഹോദരൻ വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ആളാണെങ്കിൽ ആ സഹോദരനാണ് ഡ്രഗ്സിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അഡിക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവനാണെങ്കിൽ ഡ്രഗ്സ് അടിച്ചാണെങ്കിൽ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഗവൺമെൻറ് പ്രഷർ താങ്ങാൻ വയ്യാതെയാണെങ്കിൽ അവനെയാണ് എൻകൗണ്ടർ ചെയ്യാനായിട്ട് ഉത്തരവിടുകയും ചെയ്തു. അതിനുവേണ്ടി ഒരു രാത്രിയാണെങ്കിൽ പോലീസുമാരിലാണ് അവനെ വഴിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആണെങ്കിൽ ഞാനാണെങ്കിൽ അവനെ രക്ഷിക്കാനായിട്ട് എല്ലാ സഹായം ചെയ്തു കൊടുത്ത്. അപ്പോൾ വീരപാണ്ഡ്യ വന്നിട്ടാണെങ്കിൽ ആ പോലീസുമാരാണ് ബ്ലാസ്റ്റ് ചെയ്തിട്ട് അവനെ രക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ പോണ വഴിക്കാണെങ്കിൽ ആ അവരുടെ ബൈക്കിൻ്റെ പെട്രോൾ തീർന്നു പോവാണ്. അപ്പോൾ അവിടെ വെച്ചാണ് മുമ്പിൽ കിടക്കുന്ന കാറിനാണ് ശശികലയും മക്കളും ഉണ്ട്. അപ്പോൾ അവരോട് പോയിട്ടാണെങ്കിൽ സഹായം ചോദിക്കുകയാണ്. ഞങ്ങളുടെ വണ്ടിയുടെ പെട്രോൾ തീർന്ന് അത്യാവശ്യമായിട്ട് എയർപോർട്ട് വരെ വേണം, ഞാൻ പോലീസുകാരനാണെന്ന് പറഞ്ഞാൽ ID കാർഡ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശശികല കയറാൻ പറഞ്ഞാണെങ്കിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരാണ് പോണ ബൈക്കാണ്. നിൽക്കുകയാണ് ന്യൂസ് പേപ്പർ കാണുവാണ്. ന്യൂസ് പേപ്പറിലാണെങ്കിൽ ആ സഹോദരൻ്റെ ഫോട്ടോ ഉണ്ടിട്ട് റേപ്പ് ചെയ്ത കേസിലെ പ്രതിയാന്ന് പറഞ്ഞുകൊണ്ടാണ് എൻകൗണ്ടർ ചെയ്യാൻ ഉത്തരവിട്ടെന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഇതാണ് ഉടൻ തന്നെ നിൽക്കുകയാണെങ്കിൽ അമ്മേനെ കാണിച്ചു കൊടുക്കുകയാണ്. ഉടൻ തന്നെ ശശികലയാണെങ്കിൽ തൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സിനാണ് മെസ്സേജ് അയക്കുകയാണ്. പെട്ടെന്ന് പോലീസിനെ വിളിക്ക് ഈ ലൊക്കേഷനിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ടാണെങ്കിൽ എന്നിട്ടാണെങ്കിൽ എയർപോർട്ടിലേക്ക് പോകാതെ പെട്ടെന്ന് ടേണിങ് എടുക്കുവാണ്. ഇത് കാണുമ്പോൾ വീരപാണ്ഡ്യ ചോദിക്കും ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കുന്നത്. ഷോർട്ട് കട്ടാന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്തായിട്ടോ ഈ നിൽക്കിട്ട് ന്യൂസ് പേപ്പറാണ് വീരപാണ്ഡ്യ കാണുന്നത്. ഉടൻ തന്നെ വണ്ടി നിർത്താൻ പറഞ്ഞുകൊണ്ട് ഗണ്ണെടുത്ത് ഭീഷണിപ്പെടുത്തുമ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ശശികല വണ്ടി അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അന്നേരത്തിനാണെങ്കിൽ ശശികലയുടെ ഗാർഡ്സും അതുപോലെ പോലീസുകാരൊക്കെ വന്നിട്ടാണെങ്കിൽ വീരപാണ്ഡ്യനെ അനിയനൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് കാണുന്നതോടെ വീരപാണ്ഡ്യക്ക് ആകെ ദേഷ്യമാവട്ടെ. അപ്പോൾ ശശികലയാണ് നിൽക്കിയുടെ ക്ലാപ്പൊക്കെ ചെയ്ത് ഭയങ്കര സന്തോഷമാവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ പിടിച്ചു കൊടുത്തൊക്കെ ആർത്തിട്ടാണെങ്കിൽ ഇതൊക്കെ കാണുന്നതോടെ വീരപാണ്ഡ്യക്ക് കൂടെ ദേഷ്യമാവുകയാണ്. ശരിക്കും ദിവസം ടാർഗറ്റ് ചെയ്ത് ശശികലയായിരുന്നു. പക്ഷെ നിക്കിക്ക് പനിയാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ശശികല അന്ന് പോവാതിരുന്നത്. വീരപാണ്ഡ്യയുടെ ടാർഗറ്റ് തെറ്റിപ്പോയതൊക്കെ കേട്ടോ. എന്നാണ് പോലീസുകാരൻ പറയുന്നത്. നിങ്ങളെന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ സമയം വീരപാണ്ഡ്യയാണ് തൻ്റെ പ്രതികാരം വീട്ടാനായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അത് കേൾക്കുന്നതോടെ പ്രസാദാണെങ്കിൽ ഈ പോലീസുകാരനെ വെടിവെച്ച് വന്നിട്ട് ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോൾ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ GVK പറയുന്നുണ്ട്, ഫോൺ സ്പീക്കർ ഇടാൻ പറയുകയാണ്. എന്നിട്ടാണ് പറയുന്നത് കേട്ടോ, അന്ന് നിൻ്റെ അച്ഛനെ അല്ല അവർ ടാർഗറ്റ് ചെയ്ത്, നീ നമ്മുടെ മക്കളുമാണ് അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നടന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അവരോട് പറയുകയാണ് ശശികലയോടും GVK ആയിട്ട്. എന്നിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് മക്കളെ സേഫ് ആക്കാൻ പറയുകയാണ്. അന്നേരത്തുമാണെങ്കിൽ ശശികല ഓടിപ്പോയാണെങ്കിൽ മക്കളെയും കൂട്ടിക്കൊണ്ട് സെക്യൂരിറ്റി ഗാർഡ്സിനെയും കൂട്ടിക്കൊണ്ട് നേരെ മുറിക്കകത്തോട്ട് കയറി പോവുകയാണ്. ആ സമയം കൊണ്ട് തന്നെയാണ് നമ്മൾ വീരപാണ്ഡ്യൻ ടീംസ് അവിടെ വരുന്നത്. അവിടെ വന്നിട്ടാണ് വാതിലൊക്കെ പൊളിച്ച് സെക്യൂരിറ്റി ഗാർഡ്സിനെയൊക്കെ കൊന്ന് അകത്തോട്ട് കയറുവാണ്. അന്നേരത്തിന് പ്രസാദ് അവിടെ വന്നിട്ടാണെങ്കിൽ വീരപാണ്ഡ്യനെ ടീംസിനെയൊക്കെ ആണെങ്കിൽ വെടിവെച്ച് എല്ലാത്തിനെയും കൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ അന്നേരത്തിനും കുറേ ഓഫീസേഴ്സും അങ്ങോട്ടൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ആ പരിക്ക് പറ്റി എല്ലാം റെസ്ക്യൂ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരത്തെ നമ്മുടെ ടീം മെമ്പേഴ്സായിട്ടുള്ള പ്രസാദിൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും അങ്ങോട്ട് വന്നിട്ടാണ് പ്രസാദിനോട് പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ പറയുന്നത്. പ്രസാദിനാണ് വെടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പ്രസാദിൻ്റെ അമ്മേനെ ആണെങ്കിൽ ഈ വീരപാണ്ഡ്യ ആൾക്കാർ തട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന് വെങ്കിയായിട്ട് രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ വെങ്കി ഗൗഡ. പിന്നെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസാദാണ് ആ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയും. പ്രസാദ് പറയുന്നത് കേട്ടോ, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഇതുവരെയായിട്ട് സ്നേഹവും അനുകമ്പയും ഒന്നും തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഈ മരിക്കാൻ കിടക്കുന്ന എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും അവൾക്ക് തോന്നുന്നില്ല എന്നൊക്കെ മനസ്സിന് അത്രയ്ക്ക് കട്ടി അവൾ എന്നോട് വെറുപ്പ് മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസാദാണ് പോകാൻ വേണ്ടി തിരിഞ്ഞങ്ങ് നടക്കുമ്പോൾ പെട്ടെന്നാണെങ്കിൽ പുറകിൽ നിന്നാണെങ്കിൽ ആ റൊമാൻറ്റിക് സോങ് കേൾക്കുവാണ്. അത് കേട്ട് പ്രസാദ് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ വീണ്ടും ആണെങ്കിൽ ആ സോങ് ആണ് നമ്മുടെ ശശികലയാണ് ഫോണിൽ പ്ലേ ചെയ്തേക്കും കേട്ടോ. അതോടെയാണെങ്കിൽ പ്രസാദിന് മനസ്സിലാവുക ശശികലയ്ക്ക് തന്നോടുള്ള ആ ഒരു വെറുപ്പും കാര്യങ്ങളൊക്കെ മാറിയെന്ന്. പെട്ടെന്ന് ഓടി വന്നിട്ടാണെങ്കിൽ ശശികലയാണെങ്കിൽ പ്രസാദിനെ അങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കാരണം മക്കൾക്ക് ഒരുപാട് സന്തോഷമായിട്ട് അവരാണെങ്കിൽ കൈയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ അവരൊന്നായിട്ട് വീണ്ടും ആണെങ്കിൽ ഭാര്യനെയും കൂട്ടിക്കൊണ്ട് ശശികലയും കൂട്ടിക്കൊണ്ട് പ്രസാദിൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആണെങ്കിൽ ശശികല ആണെങ്കിൽ ഒരു ഹൗസ് വൈഫായിട്ട് ചായയെ കൊണ്ടേ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ അല്ല GVK എന്തെന്ന് ചോദിക്കുകയാണ്. ഞാനിവിടെ ഉണ്ട് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ GVK ആണെങ്കിൽ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ പാകുന്ന ബക്കറ്റും കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെയാണെങ്കിൽ പ്രൈം മിനിസ്റ്ററിനാണ് ആകെ ചിരി വരികയൊക്കെ ചെയ്യുന്നുണ്ടോ. പിന്നെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ പ്രസാദാണ് ടീം മെമ്പേഴ്സിനെ കൂട്ടിക്കൊണ്ട് നേരെയാണ് വെങ്കിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വെങ്കി വിളിച്ചിട്ട് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചില വെങ്കി ഉണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് പറയുകയാണ്. അപ്പോഴാണെങ്കിൽ ജ്വാലയാണ് ഇങ്ങോട്ട് വരുവാണ്. ജ്വാലേനെ കാണുമ്പോൾ ആകെ ഷോക്കായിട്ടിരിക്കട്ടെ പ്രസാദും ടീംസും ആണെങ്കിൽ. കാരണം ജ്വാലയ്ക്കാണ് വെങ്കിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ അട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച സിനിമ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളായിട്ട് കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ.